സോ അങ്ങനെ വാഴ കണ്ടു, വാഴയില്ല കേട്ടോ, വാഴ പടം കണ്ടു. സോ നല്ലൊരു ഫീൽ ഗുഡ് പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വാഴ എന്ന് പറഞ്ഞ മൂവി. ടോട്ടലി നോക്കുവാണെങ്കിൽ നമുക്കൊരു നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് തോന്നുന്നത്, ഒരു കോമഡി പടമായിട്ടല്ല. കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് വേറെ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഒരു ഫൺ സൈഡായിട്ടാണ് പോകുന്നത്. ഇനി സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് മൊത്തം ഒരു ഇമോഷണൽ സൈഡ്, ഒരു കുറേ ടച്ചിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ മൊത്തം ഒരു കോമഡി അങ്ങനത്തെ ഒരു ജോണിൽ നിൽക്കുന്ന പടമല്ല, ഫുള്ള് ഒരു നല്ലൊരു ഫീൽ ഗുഡ് അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് തരുന്ന ഒരു പടം തന്നെയാണ്. സോ നല്ലൊരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ബയോപിക് ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ആണുങ്ങൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് റിലേറ്റബിൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ സെക്കൻഡ് ഹാഫിൽ. അത് എനിക്ക് കുറേ കാര്യങ്ങളെല്ലാം ടച്ച് ആയിട്ട് തോന്നി. ഇമോഷണൽ സൈഡ് ചിലവർക്ക് അത് കണക്ട് ആയില്ലെങ്കിലും എനിക്ക് സെക്കൻഡ് ഹാഫിൽ ഇമോഷണൽ സൈഡാണ് കുറച്ചും കൂടി നല്ല ഇങ്ങനെ കണക്ട് ആയിട്ടുള്ളത്. നമ്മളെ ബോയ്സിൽ നമ്മളിപ്പോൾ അനുഭവിക്കുന്നതോ ചിലവർ അനുഭവിക്കാൻ പോകുന്നതും അതായത് അനുഭവിച്ച് കഴിഞ്ഞവർ അങ്ങനത്തെ തന്നെ കുറേ റിലേറ്റബിൾ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇവർ കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് സെക്കൻഡ് ഹാഫ് ഭയങ്കര അതിനകത്ത് ഞാൻ കണക്റ്റായി. ഫസ്റ്റ് ഹാഫ് മോശമൊന്നുമല്ല, ഫസ്റ്റ് ഹാഫ് ഫുൾ ഫണ്ണി സൈഡ് ഞാൻ കുറേ ചിരിച്ച് പറഞ്ഞു. കോമഡീസ് തന്നെയാണെന്ന് വെച്ചാൽ കോമഡി എന്ന് പറയുമ്പോൾ ഇവർ കുത്തിക്കേറ്റിയ കോമഡീസ് ഒന്നുമല്ല, അതങ്ങനെ ഉണ്ടായി വരികയാണ്. സിറ്റുവേഷൻ കോമഡീസ് എല്ലാം പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവരെ ടീം ജോമോനും പിന്നെ ഇവരുടെ ടീമൊക്കെ കിഡിലാണ്. അവരൊരു കെമിസ്ട്രി ഒക്കെ ക്യാരക്ടർ കെമിസ്ട്രി ഒക്കെ നല്ല ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ പടത്തെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഒരു 5 മിനിറ്റ് ഒരു വാർഡിനെ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആ സിനിമ ഇങ്ങനെ തുടങ്ങുന്നതിനുള്ള കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. ഒരു വാഴയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു 5 മിനിറ്റ് പോർഷൻ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ക്യാരക്ടേഴ്സിന് ഒരു 90s കാലഘട്ടമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് 90s കിഡ്സിനൊക്കെ നല്ല ഇങ്ങനെ ഒരു കാര്യങ്ങളെല്ലാം ഭയങ്കര ഇങ്ങനെ നെസ്റ്റോയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊന്നും സ്പോയിൽ ആക്കുന്നില്ല, അതൊന്നും കണ്ടെങ്കിൽ ആസ്വദിക്കാം. ഇവരെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് സിനിമ. അതുകൊണ്ട് തന്നെ ഇവരെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ആ ഒരു ടീം മൊത്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഹാഷിറിനെ പറ്റി പറയാം, ഹാഷിർ കിണ്ണാണ്. ഹാഷിർ കുറച്ചേ ഉള്ളൂ, ഹാഷിർ ഞാൻ പ്രതീക്ഷിച്ചു ആ ഒരു ക്യാരക്ടർ എന്താ ചെയ്യുന്നത്. ബട്ട് മൂപ്പര് ഇടയ്ക്കൊരു 10 മിനിറ്റൊക്കെ ഉള്ളൂ ഫുൾ ടൈം നോക്കുകയാണെങ്കിൽ, ഇടയ്ക്ക് വന്നു പോകുന്നേ ഉള്ളൂ. പക്ഷേ വരുന്ന സംഭവം പൊളിയാണ്. റീലിലെല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കാണുന്ന അതേ കളി തന്നെയാണ്. ഇൻ്റർവൽ പഞ്ചലുണ്ട്, കിഡിലെ ഇൻ്റർവൽ പഞ്ചലാണ്, ചിരിച്ചു പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. സോ ഈ സിനിമ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതെൻ്റെ തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്ന് പറയാനുള്ളത്. കാരണം ഒരു OTT വന്നാൽ എത്രത്തോളം ഇത് ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഒരു ക്രൗഡിൻ്റെ ഒപ്പം പോയി കാണേണ്ട സിനിമയാണ് ഇത്. ഫുള്ളി ആക്റ്റീവായിട്ട് നമ്മളെ ഈ ജനറേഷനിലെ ബോയ്സിൻ്റെ ഒപ്പം കാണേണ്ട പടമാണ്. സോ അതുതന്നെ കുറേ കോമഡീസും കാര്യങ്ങളും നമ്മുടെ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ചില സമയം കണക്ട് ആകാത്ത കോമഡീസ് തന്നെ ഈ ഒരു ക്രൗഡിൻ്റെ റെസ്പോൺസ് കാണുമ്പോൾ എനിക്ക് തന്നെ ചിലപ്പോൾ ചിരിച്ചു പോകുന്നത്. കാരണം അത് OTTയിൽ വരുമ്പോൾ ഈ സിനിമേൻ്റെ അവസ്ഥ എനിക്ക് എന്താണെന്ന് പറയാൻ കഴിയില്ല, അത്രക്കും ഭയങ്കര ഇതായിരിക്കും, ഒന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് അവരോട് അറിയാം, മുന്നത്തെ ഈ രോമാഞ്ചവും വർഷങ്ങൾക്ക് ശേഷമൊക്കെ തിയേറ്റർ നല്ല ഹിറ്റായ പടങ്ങളായിരുന്നു. ബട്ട് OTTയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഗ്രാഫ് താന്നു പോയിരുന്നു. അതേപോലെ തന്നെ ഒരു താവാൻ സാധ്യതയുള്ള പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അങ്ങനെയാണ് കോമഡീസൊക്കെ അങ്ങനെയാണ്, സിറ്റുവേഷൻ കോമഡീസ് ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെല്ലാം നല്ല ഇങ്ങനെ തിയേറ്ററിനെ ആസ്വദിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാക്സിമം തിയേറ്ററിനെ പോയി കാണാൻ ശ്രമിക്കുക. ഞാൻ നല്ല ഇങ്ങനെ എൻജോയ് ചെയ്തു. എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഫണ്ണീസ് ആയിട്ടാണ്. അത് നല്ല ഇങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല കണക്റ്റായി പോയത് തന്നെ എനിക്ക് നല്ല ഇങ്ങനെ കോമഡീസും കാര്യങ്ങളിലെ കുറേ പോർഷൻസൊക്കെ നല്ല ഇങ്ങനെ കണക്റ്റായി. സോ സെക്കൻഡ് ഹാഫിലൊക്കെ കുറേ അച്ഛന്മാരെ കാണികളും കാണിക്കുന്നുണ്ട്. ഒരു കോട്ടയം സീറൊക്കെ എൻ്റെ കിഡിലാണ്. പിന്നെ ജഗദീഷ് ഏട്ടൻ, ഇവരൊക്കെ അച്ഛന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. കോട്ടയം സീറോ ചില സമയത്തെല്ലാം ശരിക്കും പറഞ്ഞാൽ തീയാന്നുണ്ട്. അത് കാണണം നിങ്ങൾ. ചില പോർഷനൊക്കെ നല്ല ഇങ്ങനെ നമുക്ക് സങ്കടം ഇമോഷണലായിട്ട് തന്നെ കുറേ കണക്ട് ആകുന്ന സീക്വൻസ് ഒക്കെയാണ് ഈ ഒരു സെക്കൻഡ് ഹാഫിൽ ഇവർ കൊണ്ടുവച്ചിട്ടുള്ളത്. പിന്നെ ജഗദീഷാറിൻ്റെ കാര്യം പറയണ്ടല്ലോ, അങ്ങനെ കുറേ ആളുണ്ട്. പിന്നെ അസീസ് നെടുവങ്കാട്, എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ഒരു അച്ഛൻ വേഷം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവർ ജോലി കിട്ടാത്ത ഒരു വിഷമവും കാര്യങ്ങളും അങ്ങ് കാവലറി അറിയാലോ, ഇപ്പം തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. ചിലവർ അത് പാസ് ചെയ്ത് കടന്നവരുണ്ടാവും, ചിലവർക്ക് അത് കിട്ടിയിട്ടും അതിൻ്റെ കുറേ വിഷമവും കാര്യങ്ങളും ഉണ്ടാവും. സോ എല്ലാം കവർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോയ്സിൻ്റെ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിനിമ കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇമോഷണലി കുറേ ടച്ചിങ് ആക്കുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്, ഭയങ്കര സങ്കടമാക്കുന്ന സീക്വൻസ് അല്ലെങ്കിൽ ചില സീക്വൻസ് ഒക്കെ ഭയങ്കര എനിക്ക് ഇമോഷണലായി പോയി. നിങ്ങളുടെ പിന്നെ എനിക്കൊരു നെഗറ്റീവും പോസിറ്റീവ് സൈഡായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വാഴ 2 എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. എസ്പെഷ്യലി ഹാഷിറിൻ്റെ ടീമിനെ ഇതിൻ്റെ അകത്ത് കുറച്ച് അധികം കാണിച്ചിട്ടില്ല. ഇനി സെക്കൻഡ് പാർട്ടിലാണ് അവരൊരു കളി കാണാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ടീം വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ടെങ്കിലും അവർക്ക് നല്ല ഇപ്പം ഈ ഒരു സിനിമയെ കാണിക്കുന്ന പറഞ്ഞാൽ നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടണം എന്നാണ് എൻ്റെ ഒരു ഇത്. വെറുതെ ഒരു ഫസ്റ്റ് സിനിമ വെച്ച് വെറുതെ ഒരു സെക്കൻഡ് ഹാഫ് എടുക്കുന്നവരാണ് ഫീൽ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് സൈഡായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ല പടത്തിന് നോക്കുവാണെങ്കിൽ. ബട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് ഇവർക്ക് കിട്ടിയാൽ ചിലപ്പോൾ അത് പാസ്സാവും, അങ്ങനത്തെ രീതിയിലാണ്. എനിക്ക് സെക്കൻഡ് ഹാഫ് വേണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഹാഷിറിൻ ടീമിൻ്റെ ഒരു കളി വരുവാണെങ്കിൽ അത് നല്ലൊരു സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടെങ്കിൽ ചിലപ്പം അത് പോസിറ്റീവ് ആയിരിക്കാം. സോ അങ്ങനെയാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ഈ സിനിമയെ പറ്റി അത്രയേ ഉള്ളൂ. ബാക്കി പടത്തിനെ പറ്റി വേറെ ഒന്നും പറയാനില്ല. നല്ലൊരു ഫീൽ ഗുഡ് പടമാണ്. തിയേറ്ററിൻ്റെ എല്ലാവരും മാക്സിമം പോയി കാണാൻ ശ്രമിക്കുക. അച്ഛനമ്മമാർക്കും പോയി കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അവരെയും കൊണ്ടുപോയി കാണിക്കേണ്ട കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. സോ എനിക്കിഷ്ടപ്പെട്ടു പടം. എന്തായാലും കുറേ കാര്യങ്ങൾ പറയാനെ കൊണ്ട് തന്നെ കുറേ ലേയേഴ്സുള്ള പടമാണ്. സോ എന്തായാലും തിയേറ്ററിനെ മസ്റ്റ് വാച്ച് ചെയ്യുക. അത്ര പറയാനുള്ള സിനിമയെ പറ്റിയിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.